അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ പെരുന്നാൾ ദിവസത്തെ കുറച്ച് വീഡിയോസൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ പെരുന്നാളിൻ്റെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളും അതുപോലെ തന്നെ മെഹന്തി ഇടലൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ മുഴുവനായും കാണാം. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടി മറക്കല്ലേ. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇത് പെരുന്നാളിൻ്റെ തലേ ദിവസം രാത്രിയിൽ മെഹന്തി ഇടുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ജോലിക്കാര്യങ്ങളൊക്കെ തിരക്കൊക്കെ കഴിഞ്ഞ് വീട്ടിൽ ഫ്രീ ആയിട്ട് ഉള്ള സമയത്ത് കുറച്ച് മെഹന്തിയൊക്കെ ഇട്ട് കിടക്കലാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ പെരുന്നാളിൻ്റെ രാവിലെയാണ് ഈ കാണുന്നുള്ളത് കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ രാത്രിയിലൊന്ന് ക്ലീൻ ആക്കിയിട്ട് കിടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ കിച്ചണിലോട്ടേക്ക് വന്നിട്ടുള്ള കുറച്ച് വീഡിയോസാണ് കേട്ടോ. അപ്പോൾ മെഹന്തി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഓർഗാനിക് മെഹന്തിയാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ വെച്ചിട്ടുള്ളത് ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഫജർ മെഹന്തിയാണ്. നമ്മൾ ഇത് വെച്ചിട്ട് എടുക്കുമ്പം ഇതുപോലെ ലൈറ്റ് കളറായിട്ടാണ് ഉണ്ടാകുന്നുള്ളത്. പിന്നെ മണിക്കൂർ കൂടുന്തോറും ഇതിന് കളറ് കൂടിക്കൊണ്ട് വരികയാണ്. രാവിലെ തന്നെ എല്ലാവരും പള്ളിക്കൊക്കെ പോയിട്ടുണ്ട് കേട്ടോ പെരുന്നാൾ നിസ്കരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ മക്കളെയൊക്കെ വേഗം എണീപ്പിച്ച് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ വിരിച്ചെടുത്തിട്ട് മക്കളുടെ ഡ്രസ്സൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വേഗം തന്നെ നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ വരാൻ തുടങ്ങും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വേഗം തന്നെ ഒന്ന് ജ്യൂസും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യം തന്നെ ഞാനിപ്പോൾ കോഫിയോ മറ്റോ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു, ചൂടായിട്ട് കുടിക്കാൻ വേണ്ടിയിട്ട്. മഴയല്ലേ, അപ്പോൾ ഇന്ന് നല്ല വെയിൽ കാണുന്നു. അങ്ങനെ ഞാൻ ജ്യൂസ് തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ജ്യൂസ് ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് വേഗം തന്നെ ഞാൻ ഉള്ളിവട ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഈ പ്രാവശ്യം പെരുന്നാളിന് ഞാൻ അപ്പങ്ങളൊന്നും ചുട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് വേഗം പ്ലേറ്റിൽ വെക്കാൻ വേണ്ടിയിട്ട് ഉള്ളിവട ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ജ്യൂസിനൊപ്പം കഴിക്കാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉള്ളിവടയുടെ റെസിപ്പിയും കാര്യങ്ങളൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ വേഗം തന്നെ ഞാൻ ഉള്ളിവടയൊക്കെ ഉണ്ടാക്കി ടേബിളിൽ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നിസ്കാരമൊക്കെ കഴിയുമ്പം ആൾക്കാരൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം തന്നെ ഞാൻ കിച്ചണിലോട്ടേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അതിനിടയിൽ തന്നെ മക്കളൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. വേഗം തന്നെ ഞാൻ ഒന്ന് ബസ്മതി അരി പുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് വേവിക്കാനിട്ടിട്ടുണ്ട്. പിന്നെ മക്രൂണിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കൻ മക്രൂണിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. മറ്റേ അടുപ്പത്ത് മന്തിക്കും വേണ്ടിയിട്ടുള്ള ചിക്കനൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കനും കൂടി പൊരിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗാർലിക് ചിക്കനാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതും കൂടി പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ പെരുന്നാളായിട്ട് ഇന്ന് സ്പെഷ്യലായിട്ട് ഞാൻ മന്തിയും അതുപോലെ തന്നെ മക്രൂണിയും പിന്നെ കുറച്ച് ഫ്രൈഡ് റൈസും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ചിക്കൻ പൊരിച്ചതും, അപ്പോൾ ഗാർലിക് ചിക്കൻ ഫ്രൈയും അതുപോലെ തന്നെ നോർമൽ ചിക്കൻ ഫ്രൈയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം തന്നെ ഇതൊക്കെ റെഡിയാക്കിയിട്ട് ഞാനും ഒരുങ്ങാന്ന് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ കുക്കിങ്ങൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓൾറെഡി മുമ്പേ തന്നെ ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ. അപ്പോൾ അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മക്രോണിയും ഫ്രൈഡ് റൈസും ഒക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ മന്തിയും കൂടി റെഡിയാക്കി എടുത്തിട്ട് വേഗം തന്നെ ഞാൻ റെഡി ആവാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഞാനൊന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാൻ കൂടി മറക്കല്ലേ.